ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇരിങ്ങാലക്കുടയിലെ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് വിവാദത്തിൽ. സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത. കമ്മീഷണർക്കൊപ്പം ACP സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത്. കല്ലേറ്റുങ്കരയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. 10ഓളം ബൈക്കുകളാണ് കത്തി നശിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തൃശൂരിൽ ഫ്ലക്സും വിവാദവും. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇരിങ്ങാലക്കുടയുടെ ഫ്ലക്സാണ് വിവാദത്തിലായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. തങ്ങളുടെ അനുവാദത്തോടെയല്ല സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതെന്ന് ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടിയെന്നും ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. സംഭവം വിവാദമായതോടെ ഇന്നസെന്റിന്റെ ചിത്രമുള്ള സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് അഴിച്ചുമാറ്റി. വിവാദമായതിന് പിന്നാലെ ഇടതുമുന്നണി പരാതി നൽകിയതോടെയാണ് NDA നേതാക്കൾ നേരിട്ടിറങ്ങി ഫ്ലക്സ് നീക്കം ചെയ്തത്. ഇന്നസെന്റിന്റെ ചിത്രം സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ വച്ചതിനെതിരെ LDF പരാതി നൽകി. ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P മണിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. മുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ഫ്ലക്സിൽ ആലേഖനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത. കമ്മീഷണർക്കൊപ്പം ACP സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത്. കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലിൽ ഇരയായത് ACP സുദർശൻ എന്നാണ് സേനയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലിൽ ഇരയായത് ACP സുദർശൻ എന്ന് ആരോപണം. ACP സുദർശനെതിരായ നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയരുന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച ACPക്കെതിരായ നടപടി മനോവീര്യം തകർക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് സർക്കാർ നടപടിയെടുത്തത്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിന് പിന്നിൽ പോലീസ് എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ സർക്കാർ നടപടിയിലേക്ക് കടന്നത്. മീഡിയ ടൈം, തൃശൂർ. പോലീസ് പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയെന്ന ആരോപണവുമായി തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. BJPക്ക് വേണ്ടിയാണ് പൂരം കലക്കിയത്. CPMന്റെ അജണ്ട നടപ്പിലാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചതാണെന്നും K മുരളീധരൻ പറഞ്ഞു. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അർദ്ധരാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. പെരുമാറ്റച്ചട്ടം ഉണ്ട് എന്നൊക്കെ ശരിയാണ്, പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. സുരേഷ് ഗോപിയുടെ ഇടപെടൽ തങ്ങൾ വിളിച്ചിട്ടല്ലെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ. തൃശൂർ പൂരത്തിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം കലക്കരുതെന്നും ദേവസ്വം പ്രസിഡന്റും സെക്രട്ടറിയും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൂരം നടത്തിപ്പിന് നിയമസഭയിൽ ബിൽ കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എന്നാലും അതിലൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്കുള്ള കാരണമാണ്
അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരുടെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു. അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു PA എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട്. അതൊരു ഗ്രൂപ്പ് ഡയലിംഗ് ആണ് തോന്നുന്നു. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി സാർ അത് അറ്റൻഡ് ചെയ്തത്. രാത്രിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് അയാൾ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. ഞാനത് സംസാരിക്കാമെന്നും പറഞ്ഞു. ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മേത്തല കേരളേശ്വരപുരം ക്ഷേത്രത്തിലെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച ലാൻഡ് കൺസർവൻസി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ തുടങ്ങിയത്. മേത്തല കേരളേശ്വരപുരം ക്ഷേത്രത്തിലെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 3 കയ്യേറ്റങ്ങൾ ഇന്ന് ഒഴിപ്പിച്ചെടുത്തു. നടപടികൾ തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. ലാൻഡ് കൺസർവൻസി യൂണിറ്റ് തഹസിൽദാർ VC പ്രസന്നൻ, ഹെഡ് സർവേയർ സിന്ധു, സർവേയർ അനിൽകുമാർ, റവന്യൂ ഇൻസ്പെക്ടർ ഷീജാകുമാരി എന്നിവരടങ്ങിയ സംഘമാണ് നടപടികൾ കൈക്കൊണ്ടത്. ദേവസ്വം ഓഫീസർ വേണുഗോപാൽ ക്ഷേത്രഭൂമി കയ്യേറ്റത്തിനെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയ മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ KG ബാലപ്പൻ, PR സന്ദീപ്, PR വിനോദ്, പൊതുപ്രവർത്തകനായ KG ശശിധരൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന് പുറത്തായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 10ഓളം ബൈക്കുകളാണ് കത്തിനശിച്ചത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്കൂട്ടറിന് പുറകിൽ 2 വയസ്സായ കുട്ടിയെ നിർത്തി അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. അമരപ്പറമ്പ് റൂട്ടിൽ ചിറ്റിലപ്പള്ളി IS എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്താണ് സംഭവം. മുള്ളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. അമരയിൽ നിന്ന് ചിറ്റിലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് കുട്ടിയെ സ്കൂട്ടറിന് മുകളിൽ നിർത്തി സ്കൂട്ടർ ഓടിച്ചത്. പോലീസിന് വീഡിയോ ദൃശ്യമടക്കം പരാതി ലഭിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത്. മാള പഴൂക്കര പള്ളിയിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് ഏപ്രിൽ 26 വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് സംഘാടകർ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5:30 ഇരിങ്ങാലക്കുട രൂപത വികാരി ഫാദർ ജോസ് മഞ്ഞളി കൊടിയേറ്റം നിർവഹിക്കും. മെയ് 2 വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടക്കും. തിരുനാൾ ദിനമായ മെയ് 5 രാവിലെ ഫാദർ സിൻഡോ പതിയപ്പറമ്പിൽ ഊട്ടുനേർച്ച വെഞ്ചരിക്കും. ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി തുമ്പച്ചിറയിൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം സന്ദേശം നൽകും. മെയ് 6 വൈകിട്ട് രണ്ടങ്ങാടികളിൽ നിന്നും വിശുദ്ധന്റെ ആഘോഷമായ വള എഴുന്നള്ളിപ്പ്, പ്രദക്ഷിണം എന്നിവ നടക്കും. പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ, സേവ്യർ കാരേക്കാട്ട്, പ്രേമൻ ചെങ്ങിനിയാടൻ, ബാബു ചക്കാലമറ്റത്ത്, സിജൻ ചക്കാലമറ്റത്ത്, ഈനാശു എടത്തലപ്പറമ്പിൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. LDF സ്ഥാനാർത്ഥി S. സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വേളൂക്കര വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. NK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഉല്ലാസ് കളക്കാട്ട്, K. ശ്രീകുമാർ, KC പ്രേമരാജൻ, TK സുധീഷ്, KA ഗോപി, KK ശിവൻകുട്ടി, TS സജീവൻ, വിജയലക്ഷ്മി, വിനയചന്ദ്രൻ, KS ധനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. C. രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി കൊടുങ്ങല്ലൂരിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ അധ്യക്ഷനായി. ജോൺ ബ്രിട്ടാസ് MP, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംവിധായകൻ കമൽ, അശോകൻ ചെരുവിൽ, ഖദീജ മുംതാസ്, കരുവള്ളൂർ മുരളി, ഗായത്രി, വർഷ, VR സുനിൽകുമാർ MLA, UP ജോസഫ്, PK ഡേവിസ്, PK ചന്ദ്രശേഖരൻ, CC വിപിൻ ചന്ദ്രൻ, TK സന്തോഷ്, വേണു വെണ്ണറ, അഡ്വക്കേറ്റ് TP അരുൺകുമാർ, അഡ്വക്കേറ്റ് അഷറഫ് സാബാൻ എന്നിവർ സംസാരിച്ചു. 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ 559 മാർക്കോടെ സിവിൽ സർവീസ് കരസ്ഥമാക്കിയ P. ദേവികൃഷ്ണയ്ക്ക് അഭിനന്ദന പ്രവാഹം. ആനാപ്പുഴ ഉള്ളൂർക്കാരൻ പറമ്പിൽ UT പ്രിയയുടെയും ക്യാപ്റ്റൻ K. പീതാംബരന്റെയും മകളാണ് ദേവികൃഷ്ണ.
കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പാസ്സായതിനു ശേഷം നേവൽ ആർക്കിടെക്ട് ആയി ജോലി ചെയ്തു വരികയായിരുന്നു ദേവികൃഷ്ണ. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA, കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, ശ്രീ കുരുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് മുരളി മോഹൻ തുടങ്ങി നിരവധി പേർ വീട്ടിലെത്തി ആശംസകൾ അർപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. 66 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും 44 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. ഡോക്ടർ അഞ്ജു PR, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, K വെങ്കിടാചലം, KV രാമചയൻ, P പങ്കജാക്ഷൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. സംഗമപുരിയെ ആവേശത്തിൽ ആറാടിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടൽമാണിക്യം ഉത്സവത്തിന് കൊടിയേറി. ഞായറാഴ്ച രാത്രി 8:30 മണിയോടെ ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നഗരമണ്ണ് ഋഷികേഷ് നമ്പൂതിരിയാണ് കൊടിയേറ്റിയത്. മേൽശാന്തിമാരായ പുത്തില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി, ആനന്ദൻ നമ്പൂതിരി, മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ നമ്പൂതിരി, നിഖിൽ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിച്ച് വൈകിട്ട് നടന്ന ആചാര്യവരണത്തിൽ കുളമണ്ണില്ലത്ത് രാമചന്ദ്രൻ മുസ്കുറയും പവിത്രവും ആചാര്യന്മാർക്ക് കൈമാറി. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ചേർന്ന് ജോലി ചെയ്യുന്ന വനിതകൾക്ക് 50% വരെ സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം നടന്നു. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN അനന്തകുമാർ അധ്യക്ഷനായിരുന്നു. ആദ്യഘട്ടത്തിൽ 80 വാഹനങ്ങളാണ് കൈമാറിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇരിങ്ങാലക്കുടയിലെ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് വിവാദത്തിൽ. സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത. കമ്മീഷണർക്കൊപ്പം ACP സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത്. കല്ലേറ്റുങ്കരയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. 10ഓളം ബൈക്കുകളാണ് കത്തി നശിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.